ഇവർ ഒരു കശപിച്ച. ഇദ്ദേഹം അവിടുന്ന് പോകുന്ന സമയത്ത് ദേവി ഭാര്യ പറഞ്ഞില്ല, പോലെ ദേവ, പോലെ ചേട്ടാ, പോലെ ദേവ എന്ന് പറഞ്ഞില്ല. കാരണം മുൻകോപക്കാരനാണ്, എടുത്തിയാട്ടക്കാരനാണ്. ദേഷ്യം വന്ന് തൃക്കണ്ണ് തുറന്ന് ഭസ്മമായി കളയാൻ സാധ്യതയുണ്ട്. ഭാര്യ എന്നുള്ള പരിഗണന അവിടെ കിട്ടില്ല. അതും ഭയന്ന് ഒന്ന്. രണ്ടാമത് നിസ്സാര കേസുകൾ ഇന്നല്ലേ, നാളെ തിരിച്ച് കൈലാസത്തേക്ക് മടങ്ങിയെത്തുന്നാണ് ധരിക്കുന്നത്. സംഭവിച്ച മറ്റൊന്നാൾ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളായിട്ട് ദേവൻ തിരിച്ച് കൈലാസത്തേക്ക് മടങ്ങിയെത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ദേവനില്ലാത്ത കൈലാസം ശൂന്യമാണ്. ദേവിക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ പെൻഡിങ്ങായി. അപ്പോൾ ദേവനെ അന്വേഷിച്ച് ദേവി തന്നെ ഇറങ്ങുന്നു. അവസാനം തൃക്കാര്യൂർ ക്ഷേത്രത്തിൽ കണ്ടെത്തിയെങ്കിൽ ആധികാരികമായിട്ട് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് വ്യക്തികളെന്ന് ഉത്സവം ബോധ്യം കൊടുക്കുന്നത്. അപ്പോൾ അവരാലോചിച്ച് എങ്ങനെ ദേവനെ പ്രകോപിപ്പിക്കാതെ, ശുഭദിനാക്കാതെ, ദേഷ്യം പിടിപ്പിക്കാതെ ശാന്തനായിട്ട് കൈലാസത്തിലേക്ക് മടക്കിയെത്തിക്കാന്ന് ആലോചിച്ചപ്പോൾ അവർ കിട്ടിയ ആൻസർ തന്ത്രമാണ്. അതിശക്തമായിട്ട് പെരിയാർന്നത് കിഴക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണെങ്കിൽ പ്രകൃതിദത്താൽ പാറകളെന്ന ഇടമാണ് കൂട്ടിച്ചേർക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യ സ്ഥലം. അവിടെ ഒരു ഡാം, ഒരു ചെറാണ് കെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദേവനിരിക്കുന്ന തൃക്കാര് ക്ഷേത്രം ഉൾപ്പെടെ കോതമംഗലം പട്ടണം ഉൾപ്പെടെ വെള്ളത്തിനടിയിലാവും. അപ്പോൾ കെട്ടാൻ തീരുമാനമായി. അപ്പോൾ വെള്ളത്തിൽ ദേവനിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് കെട്ടാൻ തീരുമാനമായി. കെട്ടാൻ തീരുമാനിച്ചപ്പോഴും അത്രയും വലിയൊരു പദ്ധതി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ദേവിക്ക് മനസ്സിലായി. കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ആലോചിച്ചപ്പോഴാണ് ദേവന് ഭൂതഗണങ്ങൾ, സേനയുണ്ട്. അവിടെ ചെന്നിട്ട് പറഞ്ഞ് നിങ്ങൾ സഹകരിച്ചു. അപ്പോൾ ആ ദേവനൊന്ന് തിരിച്ച് അവരുടെ ഭൂതഗണങ്ങളെ തിരിച്ച് വരാമെന്ന് ചോദിച്ചു, സഹകരിക്കാമെന്ന് ചോദിച്ചു. സഹകരിക്കില്ല എന്ന് പറഞ്ഞു ആദ്യം. കാരണം ഭൂതഗണങ്ങൾ ദേവൻ്റെയാണ്, ദേവനാഥിൻ്റെ പ്രശ്നമാണ്. എങ്കിൽ ഇതിൻ്റെ ആവശ്യകത, ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു ദിവസം രാത്രിയാണെങ്കിൽ ഞങ്ങൾ വരാം, ദേവനറി ചെയ്ത് കെട്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് സാധ്യമാകുന്ന സ്ഥലമാണെന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ ടാർച്ചെത്തി കെട്ടുന്നു. അതിന് നിമിഷം ഡാം അങ്ങനെ പുരോഗമിച്ചു, വെള്ളം പൊങ്ങുന്നു, ദേശം നശിക്കുന്നു, ക്ഷേത്രം മുങ്ങുന്ന, തൃക്കാക്ഷേത്രം ഉൾപ്പെടെ മുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സമയത്ത് ദേവനെ സംബന്ധിച്ച് ഇന്ദ്രിയജ്ഞാനം വയ്ക്കുകയാണ്. ഇദ്ദേഹം സംസ്കൃതം ഉപയോഗിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിട്ട് പാരപണിയുന്നു. ആര് പാരപണിയും? ഭാര്യയും ഭാര്യമാരും പാരപണിയുന്നു. തിരിച്ച് പരാജയനായി ചെല്ലേണ്ട വന്ന് ഭാര്യ എടുത്തേക്കില്ല എന്നുള്ള ഭർത്താക്കന്മാരെ സമയത്ത് പൊതുവെ താല്പര്യമില്ല. നമുക്കറിയാം, പൊതുവെ ഭർത്താക്കന്മാർക്ക് താല്പര്യം കുറയുന്ന കേസാണ്. പിന്നെ ചില ഭർത്താക്കന്മാർക്ക് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ദേവനാകുമ്പോൾ ഒരു കാരണവശാലും ഇത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹം ഒരു കാര്യം ചെയ്ത് ഏത് രൂപം പ്രാപിക്കാൻ സ്വയം പ്രാപ്താന്ന് പറയപ്പെടും ദേവന്മാർ, ഗന്ധർവന്മാരൊക്കെ. ഇദ്ദേഹം പെട്ട നാടുകളിൽ ഒരു പൂവൻ കോഴിയായിട്ട്, കോഴിപ്പൂവനായിട്ട് രൂപം പ്രാപിച്ചുകൊണ്ട് അവിടെ നിന്ന് പറന്നു വന്ന് അവിടെ ഒരു കാണുന്ന റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. ആ കാണുന്ന എസ്റ്റേറ്റിൽ അക്കരെ, അതായത് പിണ്ടിവന പഞ്ചായത്ത്, എറണാകുളം ജില്ലയിൽ പിണ്ടിവന പഞ്ചായത്ത് ഏരിയയാണത്. അവിടെ നമുക്ക് ആ എസ്റ്റേറ്റിൽ വന്നിട്ട് കോഴിപ്പൂവനായിട്ട് മാറി ദേവനോട് സജ്ജമായിട്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് പണിയൊക്കെ ആസ്വദിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന കല്ലുങ്ങളുടെ എടുത്ത് വെച്ച് വീനിഷാക്കി നശിപ്പിച്ചേക്കാൻ നോക്കുന്ന ഭൂതഗണങ്ങൾ ആർത്തട്ട് വെച്ച് ഓടി വന്ന സമയത്ത് കോഴിപ്പൂവിനായിട്ട് മാറി ദേവൻ 2-3 പ്രാവശ്യം ശക്തമായിട്ട് ചെറുകളടിച്ച് പോകുന്നു. കോഴി കുയ്യെ നമ്മൾ കേട്ടിരിക്കുന്നത് നേരം പുലരുന്നു എന്നവർ തെറ്റിദ്ധരിച്ചു. പാവങ്ങൾ പേടിച്ചു പോയി. അപ്പോൾ ഭൂതത്താൻ്റെ നേതാവ് പറഞ്ഞ പ്രശ്നമായി, എത്രയും പെട്ടെന്ന് നമുക്ക് പിന്തിരിയാന്ന് പറഞ്ഞ് ഭൂതത്താൻ്റെ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരം അപൂർണമാക്കിയിട്ട് പിന്തിരിഞ്ഞ് പെരിയാറിൻ്റെ നമ്മൾ ഇപ്പോൾ കണ്ട ഭാഗം ആണ് ഭൂതത്താൻ കെട്ടെന്നുള്ള മെച്ച സങ്കല്പം കേട്ടത്. ഇതാണ് അതിൻ്റെ പുരാണം ഐതിഹ്യമായിട്ട് നമ്മൾ പറയാറ്. ഓക്കെ, ചേട്ടൻ്റെ പേരെങ്ങനെ? പോൾ ജോസഫ്. സോ നമുക്ക് താങ്ക് യു ഇത്ര വിവരങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു.